ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏകാദശിയെക്കുറിച്ചാണ്. ഒരുപാട് പേർക്ക് ഏകാദശിയെക്കുറിച്ചൊരു സംശയമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഡെയിലി ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് ആ ഒരു സംശയത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം സൂര്യോദയ സമയത്ത് എപ്പോഴാണോ ഏകാദശി തിഥി ഉള്ളത് ആ സമയത്താണ് നമ്മൾ എപ്പോഴും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ വർഷം നവംബർ 2-നാണ് ഏകാദശി വരുന്നത്. ഏകാദശി തിഥിയുടെ ആരംഭം നാളെ നവംബർ 1 രാവിലെ 9:01 ആരംഭിച്ചിട്ട് അവസാനിക്കുന്നത് പിറ്റേ ദിവസം നവംബർ 2 ഞായറാഴ്ച രാവിലെ 7:30 കൂടിയിട്ടാണ്. വളരെ കുറച്ച് നാഴികകൾ മാത്രമേ നവംബർ 2 ഏകാദശി തിഥി ഉള്ളെങ്കിൽ പോലും സൂര്യോദയ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളെപ്പോഴും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ നവംബർ 2 ഞായറാഴ്ചയാണ് ഇത്തവണത്തെ ഏകാദശി വരുന്നത്. കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എപ്പോഴും നിങ്ങളിത് ഓർമ്മയിൽ വെക്കുകയും വേണം. പഞ്ചാംഗമൊക്കെ നോക്കാൻ അറിയുന്നവർ പഞ്ചാംഗം നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നമുക്കത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സംശയത്തിൻ്റെ ആവശ്യമേ നമുക്ക് വരില്ല. ഏകാദശി ഇപ്പോൾ തലേ ദിവസം നമ്മൾ ഒരു നേരം എടുക്കേണ്ടത് നാളെ 1-ാം തീയതിയാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നോൺ വെജ് ഒഴിവാക്കി ഒരു നേരം അരിയാഹാരം കഴിച്ച് പിറ്റേ ദിവസം ഞായറാഴ്ച ഏകാദശിയുടെ അന്ന് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് നിങ്ങൾ എങ്ങനെയാണോ സാധാരണ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ആ രീതിയിൽ വ്രതം എടുക്കുക. നമ്മൾ മെഡിസിൻസൊക്കെ കഴിക്കുന്നവരാണ്, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ ആ രീതിയിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മതിയാവും. ഈ ഒരു ഏകാദശിയുടെ പ്രത്യേകത ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ദിവസമാണ്. നമുക്കറിയാം ചാതുർമാസം അവസാനിക്കുകയാണ്. ഈ ദിവസം ക്ഷീരസാഗരത്തിൽ ശേഷനാഗത്തിൻ്റെ സർപ്പശയ്യയിൽ ശയിക്കുന്ന ഭഗവാൻ വിഷ്ണു മായാനിദ്രയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചാലും നമുക്കത് സാധിച്ചു കിട്ടുമെന്നും ഈ ദിവസം യഥാവിധി നമ്മൾ വ്രതമെടുത്താൽ 100 അശ്വമേധ യാഗങ്ങളും രാജസൂയങ്ങളും നടത്തിയ ഫലം ലഭിക്കുമെന്നും ഈ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നവൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത സർവ്വ പാപങ്ങളും ഇല്ലാതായി അവൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുമെന്നും അതേപോലെ ഇത് കാർത്തിക മാസമായതുകൊണ്ട് തന്നെ ഈ ഒരു കാർത്തിക മാസത്തിലെ ഈ 2 ഏകാദശികളിൽ പ്രത്യേകിച്ച് ഈ ഒരു ഉത്ഥാന ഏകാദശിയിൽ നമ്മൾ ഭഗവാനെ മനസ്സിൽ ഓർത്തില്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും ചെയ്ത പുണ്യത്തിൽ നിന്നും 1% കുറയുമെന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകാദശി ദിവസമായ ഞായറാഴ്ച നിങ്ങൾ കഴിയുന്നതും നോൺ വെജ് കഴിക്കാതിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ വ്രതമെടുക്കാൻ സാധിച്ചുവെന്നൊന്നും വരില്ല. അങ്ങനെയുള്ളവർ നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങൾ കഴിയുന്നതും നോൺ വെജ് ഒഴിവാക്കുക. ക്ഷേത്ര ദർശനം, വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു ക്ഷേത്രം അടുത്ത് ഇല്ലാത്തവർ നിങ്ങൾ വീട്ടിൽ തന്നെ ഭഗവാന് തുളസിമാല ചാർത്തുക, അല്ലെങ്കിൽ 11 തുളസി ഇലകൾ ഭഗവാന് ചാർത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് ചെയ്യുക. വ്രതമെടുക്കാൻ സാധിക്കുന്നവർ അന്നത്തെ ദിവസം തീർച്ചയായും വ്രതമെടുക്കണം. കാരണം അന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തുളസി വിവാഹമാണ്. തുളസി ദേവിയെ ഭഗവാൻ സാളഗ്രാമമായി വിവാഹം കഴിച്ച ദിവസം കൂടിയിട്ടാണ് അന്ന്. അതുകൊണ്ട് തന്നെ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ്. സാധാരണ ഏകാദശികളിൽ നമ്മൾ തുളസി ദേവിയെ പൂജിക്കാറുണ്ട്. തുളസി പൂജ ചെയ്യാത്ത ഏകാദശി വ്രതം അപൂർണവുമാണ്. സോ അന്നത്തെ ദിവസം തുളസി വിവാഹം കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ഏത് രീതിയാണെന്നുള്ളത് ഞാൻ നാളെ രാവിലെ വീഡിയോ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലാണ് നമ്മൾ ഏകാദശി അന്നത്തെ ദിവസം അനുഷ്ഠിക്കേണ്ടത്. ഈ ഉത്ഥാന ഏകാദശിക്ക് പ്രബോധിനി ഏകാദശി, ദേവോധിനി ഏകാദശി, ഹരിബോധിനി ഏകാദശി അങ്ങനെ പല പല പേരുകളാണ് ഉള്ളത്. സോ നമ്മൾ ഈ ദിവസം ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ, നമ്മൾ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യങ്ങൾ വീണ്ടും കൂട്ടാൻ, പാപങ്ങൾ കുറയ്ക്കാൻ, നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവാൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരൊറ്റ കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏകാദശിയുടെ അന്നത്തെ ദിവസത്തെ കുളിയാണ്. കാർത്തിക മാസത്തിൽ സൂര്യോദയത്തിന് മുമ്പുള്ള കുളി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിക്കണം. കുളിക്കുമ്പോൾ 1 കപ്പ് വെള്ളം, അവസാനം 1 കപ്പ് വെള്ളമെടുത്ത് ഗംഗേ ജമുനേ ചൈവ ഗോദാവരി ച നർമ്മദേ സരസ്വതി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം പറയണം. എന്നിട്ട് ആ വെള്ളം തലയിൽ കൂടി ഒഴിച്ച് നമ്മൾ കുളിക്കണം. ഈ ദിവസം പുണ്യ നദി തീരത്ത് പോയിട്ടുള്ള കുളിയും സ്നാനവും വളരെ പവിത്രമാണ്. പക്ഷേ
നമുക്കാർക്കും തന്നെ അത് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ നദികളെയെല്ലാം ആവാഹിച്ചതിൽ കുളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നദികളുടെ എല്ലാം 7 നദികളുടെയും അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ലഭ്യമാകുന്നതാണ്. അതിനുശേഷം പൂജാമുറിയിൽ പോവുക. നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്താൻ പറ്റിയാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുക. അന്ന് ത്രിപുഷ്കര യോഗമുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇട്ട വീഡിയോയിൽ 7:30 മുതലാണ് ത്രിപുഷ്കര യോഗം തുടങ്ങുന്നത് തന്നെ. നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തി ഭഗവാൻ അഭിഷേകമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്ത് പൊട്ടൊക്കെ തൊട്ട്, അതേപോലെ തന്നെ ഭഗവാന് തുളസിമാല ചാർത്താൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായും നല്ല ഒരു തുളസിമാല കേശാദി പാദം മുട്ടുന്ന രീതി, അതായത് ഭഗവാന്റെ തലം മുതൽ പാദം വരെ മുട്ടുന്ന രീതിയിലുള്ള ഒരു തുളസിമാല ചാർത്താൻ പറ്റിയാൽ അത്യുത്തമമാണ്. ഇല്ലെങ്കിൽ 11 എണ്ണത്തിൽ തുളസി ഇലകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം. സമർപ്പിക്കുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏതൊരു പരിഹാരം ചെയ്യുന്നതിന് മുൻപും നമ്മുടെ വീട് എത്ര ശുദ്ധമാണെങ്കിലും എന്തെങ്കിലും ഒരു 1% നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടണമല്ലോ. അതിനായി ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുക. മുഴുവൻ വേണമെന്നൊന്നുമില്ല, ഹാഫ് ആയാലും മതിയാവും. അതിലേക്ക് റോസ് വാട്ടറോ ഗംഗാജലമോ എന്താണോ ഉള്ളത് അതിടുക. എന്നിട്ട് നമ്മളത് കയ്യിൽ പിടിച്ചിട്ട് ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള മന്ത്രം ഒരു 27 പ്രാവശ്യം ചൊല്ലുക. ചൊല്ലിയിട്ട് ആ ജലം നമ്മൾ വീട് മുഴുവൻ സ്പ്രിങ്കിൾ ചെയ്യണം. സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം വേണം ഞാൻ ഈ പറയുന്ന അടുത്ത പരിഹാരം നിങ്ങൾ ചെയ്യാനായിട്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഏകാദശിയുടെ ഒരു പൂജയുണ്ടല്ലോ. നിങ്ങൾ ഞായറാഴ്ച രാവിലെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വൈകിട്ടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഹരിവാസര സമയത്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഹരിവാസര സമയം എപ്പോഴാണെന്ന് ഞാൻ പറയാം. അപ്പം ഏത് സമയത്ത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിലും ആ ഒരു സമയത്ത് ഭഗവാന് മഞ്ഞ കളറിൽ എന്തെങ്കിലും ഒരു പുഷ്പം സമർപ്പിക്കുക. ജമന്തി പോലുള്ള എന്ത് പുഷ്പമായാലും മതിയാവും, മഞ്ഞ കളർ തന്നെ വേണം. ഇനി മഞ്ഞ കളർ ഞങ്ങൾക്ക് കിട്ടാനില്ല എന്ന് പറയുന്നവർ ആ ഒരു ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതിയാവും. അതിന് ശേഷം ചെയ്യേണ്ടത്, ഭഗവാന് മഞ്ഞ കളറിൽ എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കുക. അത് പഴമാകാം, ലഡുവാകാം, മഞ്ഞപ്പേടയാവാം, എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത്, യെല്ലോ കളറിൽ എന്ത് വസ്തുവാണോ അത് ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിക്കുക. നിവേദ്യമായിട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ തീർച്ചയായും തുളസിയിലയും വെക്കണം. എന്നിട്ട് ചെയ്യേണ്ടത്, ഒരു 1 റുപ്പി അല്ലെങ്കിൽ 5 റുപ്പി, നിങ്ങളുടെ കയ്യിൽ 1 രൂപയുടെ നാണയമുണ്ടെങ്കിൽ അതെടുക്കാം, 5 രൂപയുടെ നാണയമുണ്ടെങ്കിൽ അതെടുക്കാം. അതെടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയിൽ ഗംഗാജലമോ റോസ് വാട്ടറോ മിക്സ് ചെയ്തിട്ട് അതൊരു പൊട്ടുപോലെ ആ ഒരു നാണയത്തിൻ്റെ, അതായത് 1, 5 എന്ന് എഴുതിയിട്ടുള്ള ഭാഗമുണ്ടല്ലോ അവിടെ തൊടുക. തൊട്ടിട്ട് നാണയം നമ്മുടെ വലത്തേ കയ്യിൽ പിടിക്കുക. അടയ്ക്കരുത്, അടച്ചാൽ ആ മഞ്ഞൾ പോകുമല്ലോ. ഓപ്പണായിട്ട് തന്നെ പിടിച്ചാൽ മതിയാകും. എന്നിട്ട് 54 തവണ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ചൊല്ലുക. അപ്പോൾ തന്നെ അടുത്ത 54 പ്രാവശ്യം ഓം ക്ലീം കൃഷ്ണായ നമഃ. അപ്പോൾ നമ്മൾ ടോട്ടൽ 108 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞിരിക്കും. അങ്ങനെ ചൊല്ലിയതിന് ശേഷം ആ നാണയം നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മണി ബാഗിലെടുത്ത് വെച്ചിരിക്കണം. അപ്പം പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന മണി ബാഗ്, ചെറിയ പേഴ്സാണെങ്കിലും എന്താണെങ്കിലും അതടുത്ത് വെച്ചിരിക്കണം. ചൊല്ലുക. മണി ബാഗിൽ ചെറിയ ഒരു ഭാഗമുണ്ടല്ലോ അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുക. അതൊരു 3 മാസം അവിടെ ഇരുന്നോട്ടെ. അതിന് ശേഷം വരുന്ന ഏകാദശിയിൽ നിങ്ങൾക്കത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. ഇതുവഴി ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും, ഐശ്വര്യം നിങ്ങളെ തേടി വരും, സർവ്വസമ്പൽ സമൃദ്ധിയും ഫലമായിട്ട് ലഭിക്കും. ഈ ഒരു മന്ത്രം നമ്മൾ 54, 108 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഭഗവാനോട് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുകയും വേണം. ഭഗവാനെ, 4 മാസത്തെ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു വന്ന ഭഗവാനോട് ഞാൻ ആദ്യമായി അപേക്ഷിക്കുകയാണ് എൻ്റെ ഈ ആഗ്രഹം. നിങ്ങൾക്കൊരാഗ്രഹം ഭഗവാന് മുമ്പിൽ വെച്ചിട്ടുണ്ടായിരിക്കും, ധനപരമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരണമേ, അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും. ഇത് വളരെ നല്ല ഫലം നമുക്ക് തരുന്നൊരു റെമഡിയാണ്. എല്ലാവരും ഇത് ചെയ്യണം, മിസ് ചെയ്യരുത്. അതുമാത്രവുമല്ല, തുളസി വിവാഹത്തിൽ ചെയ്യേണ്ടുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പരിഹാരമുണ്ട്. അതും ഞാൻ നാളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.